കുട്ടികളുടെ ക്ഷമാശീലം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ അവരെ നല്ലൊരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനും സാധിക്കുന്ന ഏറ്റവും നല്ലൊരു മാസമാണ് ഈ റമളാൻ എന്ന് പറയുന്നത്. അവരുടെ ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ അവരുടെ വികസനത്തിനും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും തിരിച്ചറിയാനുള്ള സമയവും ഒക്കെയാണ് അവരെ കൊണ്ടൊരു നോമ്പെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിൽ കുട്ടികളെ എത്ര വയസ്സ് മുതൽ നോമ്പെടുക്കണം, എങ്ങനെയായിരിക്കണം അവരുടെ ആരോഗ്യം, എത്ര വയസ്സ് തുടങ്ങി അവർക്ക് നോമ്പെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ, ആയുർബാലൻസ് ആയുർവേദിക് ക്ലിനിക്, ഇന്ദിരാ ജംഗ്ഷൻ, ആലപ്പുഴ. മതപരമായ കണക്കുകൾ വെച്ചിട്ട് 7 വയസ്സ് മുതലാണ് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 7 വയസ്സെന്ന് പറയുന്നത് കൃത്യമായി എല്ലാ 30 നോമ്പും അവരെടുക്കണമെന്നല്ല. അവരെ അതിനായിട്ട്, അതും വരും കാലങ്ങളിൽ കൃത്യമായി 30 നോമ്പ് എടുക്കാനായിട്ട് നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആണെങ്കിലും നമ്മൾക്ക് ഒരു പകുതി നോമ്പ് അല്ലെങ്കിൽ ഒരു നോമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ 1-2 നോമ്പ്, 30 നോമ്പുകളിൽ 1-2 നോമ്പൊക്കെ പിടിച്ച് അവരെ നമ്മൾക്ക് ശീലിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ശീലം ഗ്രാജുവലി ഒരു 7 വയസ്സ് കഴിയുമ്പോഴേക്കും അവർ കൃത്യമായി എപ്പോൾ എഴുന്നേൽക്കണം, അത്താഴം എങ്ങനെ കഴിക്കണം, നോമ്പ് തുറക്കുന്നത് എങ്ങനെയാണ്, ഈ അത്താഴത്തിൻ്റെ ഇടയിൽ, അതായത് ഈ ഒരു ടൈമിൽ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം വരെയും നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവരെ ശീലിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുട്ടിയെ നമ്മുടെ കൂടെ അത്താഴത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കുട്ടിയെ നമ്മുടെ കൂടെ അത്താഴം കഴിക്കാനായിട്ട് എഴുന്നേറ്റ് ശീലിക്കുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കുകയാണ്, അത്താഴം കഴിച്ച് തന്നെ വേണം നോമ്പെടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിന് ചൊല്ലുന്ന പ്രാർത്ഥനയും ആ ഒരു ശീലങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അത്താഴത്തിന് ഒരുക്കുമ്പോൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കുട്ടി മനസ്സിലാക്കുകയാണ്. അത്താഴം കഴിക്കുന്നത് മുതൽ നമ്മൾക്ക് അവരെ പരിശീലിപ്പിക്കാം. അതിനുശേഷം ഉറങ്ങുന്ന സമയം, അതുപോലെ ഈ നോമ്പെടുത്തിരിക്കുന്ന ആ ഒരു വ്രതം എടുത്തിരിക്കുന്ന ആ ഒരു സമയം നമ്മൾ എങ്ങനെ വേണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ പ്രാർത്ഥനകൾ ചെല്ലണം, ഓളം ക്ഷമയും സഹനവും ഒക്കെ കുട്ടികൾക്കുണ്ടാകും. അതൊക്കെ എങ്ങനെയായിരിക്കണം, ക്ഷമിക്കാനും അതുപോലെ തന്നെ വിശപ്പ് സഹിക്കാനും ദാഹം സഹിക്കാനും ഒക്കെയുള്ള അവരുടെ ആ ഒരു കഴിവ്, അതിലൂടെ തന്നെ മാനസികമായ അവരുടെ വളർച്ച, ആത്മീയമായ അവരുടെ വളർച്ച, സഹിക്കാനുള്ള അവരുടെ കഴിവ്, ഇതെല്ലാം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് അവരെ ശീലിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം, നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ എന്ത് കഴിച്ച് വേണം നോമ്പ് തുറക്കാൻ, നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത്, ഇതെല്ലാം നമ്മൾക്ക് അവരെ സാവധാനം ശീലിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 7 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 8 വയസ്സ് വരെയൊക്കെ ഈ ഒരു ശീലങ്ങളായിരിക്കണം. കൃത്യമായൊരു നോമ്പെടുക്കാനുള്ളൊരു മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രായം വരെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കൃത്യമായ നമ്മൾ കുട്ടികളെ ശീലിപ്പിച്ചെടുക്കേണ്ടത്. ഇതിൽ തന്നെ നമ്മൾ കുട്ടികളുടെ ആരോഗ്യം, പ്രായം, അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി, അവർക്ക് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ടതാണ്. അതിലൊന്നാമതായിട്ട് വരുന്നത് അവരുടെ പ്രായം. ഞാൻ പറഞ്ഞു 7 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 8 വയസ്സ് മുതൽ നമ്മൾക്ക് അവരെ, ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായി ആഴ്ചയിൽ 1-2 നോമ്പ് പിടിച്ച് അവരെ ശീലിപ്പിക്കാവുന്നതാണ്. ഒരു 10 വയസ്സാകുമ്പോഴേക്കും കൃത്യമായി എല്ലാ നോമ്പെടുക്കാനും അവരെ നമ്മൾക്ക് പ്രാപ്തരാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി, ഇമ്മ്യൂണിറ്റി, അതുപോലെ ബ്ലഡ്, അതുപോലെ വിറ്റാമിൻസ്, ഇതെല്ലാം കുറവുള്ള കുട്ടികൾ വളരെ അധികമാണ് ഇന്നത്തെ കാലത്ത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നോമ്പ് പിടിക്കുന്നതും ശാരീരിക മാനസിക അവസ്ഥയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. കുട്ടികൾക്ക് പെട്ടെന്ന് തളർച്ച ഉണ്ടാകാനും ക്ഷീണം ഉണ്ടാകാനും അതുപോലെ തന്നെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം നമ്മൾ നോമ്പെടുക്കാനായിട്ട് ശീലിക്കുക. രക്തക്കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അവരെ ശ്രദ്ധിക്കുക. അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഊർജവും അത് റിക്കവർ ചെയ്യാനുള്ള സമയവും അവരുടെ വിശ്രമവും ഇതെല്ലാം അതിൽ കൺസിഡർ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുത്ത് വേണം കുട്ടികളെ നോമ്പ് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് വിശ്രമം. കൃത്യമായ ഇടവേളകളിൽ കുട്ടിക്ക് വിശ്രമം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അവർക്ക് നോമ്പുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അവർ
വിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിശ്രമം എടുക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഭക്ഷണക്രമം. കൃത്യമായി അവരെ അത്താഴം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യമായ രക്തക്കുറവ്, അങ്ങനെ വിറ്റാമിൻസ്, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം തന്നെ നമ്മൾ അവർക്കായിട്ട് ഒരുക്കേണ്ടതുണ്ട്. ധാരാളം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും അതുപോലെ ഇളനീര് പോലുള്ള ക്ഷീണം പെട്ടെന്ന് അകറ്റാനുള്ള ഇളനീര് പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒരുപാട് വറുത്ത സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് കുട്ടികൾ. പക്ഷേ ഓവറായി കഴിയുമ്പോൾ അവരുടെ മുഖത്താണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഓവറായിട്ടുള്ള ഫാറ്റുകൾ അടിഞ്ഞ് കുരുക്കൾ പൊന്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മിതമായി തന്നെ കുട്ടികൾക്ക് കൊടുക്കുക. ഇറച്ചി പോലുള്ള ഭക്ഷണം, നോൺ വെജ് പോലുള്ള ഭക്ഷണങ്ങൾ അത് ഒരു പരിധിയിലധികം കൂടുതലാകാതെ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. തന്നെ കൃത്യമായിട്ട് ധാരാളം വെള്ളം കുട്ടികളെ കുടിപ്പിക്കുക. ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സും ജ്യൂസുകൾ പോലുള്ളവ ഒഴിവാക്കിയിട്ട് ശുദ്ധമായ വെള്ളവും ഇളനീര്, തേങ്ങാവെള്ളം പോലുള്ളവ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായി ശീലിപ്പിക്കുക. നാരങ്ങ വെള്ളം പോലുള്ളവയും വളരെയധികം ഗുണകരമാണ്. അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും വിറ്റാമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കെ ഈ നാരങ്ങ വെള്ളം എല്ലാം നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാനീയങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക. ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈന്തപ്പഴം കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ അവരെ ശീലിപ്പിക്കുക. ഒരുപാട് പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് കൃത്യമായ ഉറക്കം. ഈ അത്താഴത്തിന് എഴുന്നേൽക്കുന്നതും അതിൻ്റെ ഇടയിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വൈകുന്നേരം വരെ അവർ സ്കൂളിലിരിക്കുന്നതും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ അവരുടെ ഉറക്കത്തെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്താഴത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും എങ്ങനെയായാലും ഒരു 8 മണിക്കൂർ അവർ ഉറങ്ങുന്ന ആ ഒരു സമയം നമ്മൾ കൃത്യമായി കണ്ടെത്തുക. കൃത്യമായിട്ടുള്ളൊരു ഉറക്കവും വിശ്രമവും അവർക്ക് നൽകാനായിട്ട് നിങ്ങൾ ശീലിപ്പിക്കുക. അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള വ്യായാമങ്ങൾ, സൈക്കിൾ ചവിട്ടുന്നത് പോലുള്ളവ കുറച്ച് സമയമെങ്കിലും അവർ ചെയ്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. കൃത്യമായി വിശ്രമം നൽകാൻ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളും, ശരീരത്തിന് ഒരുപാട് ക്ഷീണം വരാത്ത രീതിയിലുള്ള വ്യായാമങ്ങളും നമ്മൾ അവരെ ശീലിപ്പിക്കുക. ഓവറായിട്ടുള്ള ഫാറ്റുകൾ അടിയാതിരിക്കാനും അതുപോലെ പഞ്ചസാരയൊക്കെ ഉരുകിപ്പോകാനും ശരീരത്തിൽ അധികമായിട്ടുള്ള കലോറി ഉരുകിപ്പോകുന്നതിനൊക്കെ അത് കുട്ടികളെ സഹായിക്കും. കുട്ടികളെ കൊണ്ട് നോമ്പ് നമ്മൾ എടുപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നന്നായി തന്നെ ശ്രദ്ധിക്കുക. അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യസ്ഥിതി നമ്മൾ കണക്കിലെടുക്കുക. കുട്ടികളാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. വിശുദ്ധമായ ഈ ഒരു റമദാൻ മാസത്തിൽ കുട്ടികളും അവർ നോമ്പ് നോൽക്കട്ടെ. പക്ഷെ അവരുടെ ശാരീരിക മാനസിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കി തന്നെ അവർക്ക് നല്ലൊരു പ്രോത്സാഹനത്തോടെ നല്ലൊരു പരിശീലനത്തോടെ തന്നെ നോമ്പ് നോൽക്കാനുള്ള അവസരം നമ്മൾ പാരൻസ് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവരും നന്മകളിൽ പങ്കുചേരട്ടെ. അവരുടെ നല്ലൊരു ആത്മീയ വളർച്ചയ്ക്കും നല്ലൊരു ക്ഷമയുണ്ടാകുന്നതിനും നല്ല അച്ചടക്കത്തോടെ വളരാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും ഒക്കെ അവർക്ക് ഈ റമദാനും നോമ്പും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക.